ഹലോ. നീ എവിടെയാ? ഡ്യൂട്ടി കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ആണോ? ഞാനൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ, സുപ്രഭാതത്തിലുണ്ട്. നീ വരുന്ന എങ്ങോട്ടേക്ക്? എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ വരാം എന്തായാലും. എന്നാൽ ഞാൻ ഇവിടെ ഇരിക്കാം, നീ വേഗം വാ, നമുക്കൊരു മസാല ദോശ കഴിക്കാം. സീക്ക് ഇവിടെ ഉണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മുങ്ങാൻ പറ്റുമോ നോക്കട്ടെ. വിജയേട്ടാ, ഞാൻ ATM വരെ പോയിട്ട് വരട്ടെ. ATM അല്ലേ? ഒരു കാര്യം ചെയ്യും, വരുമ്പോൾ എനിക്കൊരു മസാല ദോശ പാർസലോട് വാങ്ങിക്കോ. ഇവിടെ ഉണ്ടായിരുന്നോ? ആ, എത്ര ദിവസമായി വൈകുന്നേരം ചായ കുടിക്കാൻ പോകുന്നത്. നല്ല തിരക്കല്ലേ? പിന്നെ അല്ലാതെ. എന്തേലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഞാൻ നീ കൂടെ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു. ദോശ കഴിക്കാം. മസാല ദോശ എന്താ കഴിക്കാനുള്ള? डोसा आइटम, चाइनीज आइटम, चाट आइटम में स्पेशल डोसा, चेन्नई स्प्रेस चीज़ मैसूर डोसा. എന്താ പറയാ, മസാല ദോശ പറയാം അല്ലേ? കുഴപ്പമില്ല, ഇച്ചിരി എരിവുണ്ട്. എന്തെങ്കിലും വേണോ? ഇനിയൊന്നും വേണ്ട. ബില്ലൊക്കെയോ? മസാല ദോശ 85, കാര മസാല ദോശ 123. ഞാനില്ലേ കഴിഞ്ഞ ദിവസം വേറൊരു സ്ഥലത്ത് മസാല ദോശ കഴിച്ചപ്പം 70 ആയിരുന്നല്ലോ. അല്ല, എത്ര കൂടുതലേ? അറിയില്ല. നോർമൽ ദോശയ്ക്ക് എന്താ വ്യത്യാസം? ഒരാൾ ചോദിച്ചാലോ? ചോദിച്ചോക്കാം. ഇതിൻ്റെ പേര് കൊള്ളാം അല്ലേ, കാര മസാല. ചോദിച്ചേക്കാം റേറ്റ് എന്താണ്. ഏതൊരു കാര്യം ചോദിക്കാനായിരുന്നു. നമ്മളെ ഈ ദോശകൾ തന്നെ പലയിടങ്ങളിലേക്ക് പല റേറ്റിലാണല്ലോ കൊടുക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും? മെയിനായിട്ട് ക്വാളിറ്റി ആണല്ലോ നമ്മൾ നോക്കുന്നത്. കാരണം അതിൻ്റെ റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന, ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് അരിയാണെങ്കിലും ഉഴുന്നാണെങ്കിലും അതുപോലെ തന്നെ പൊട്ടാറ്റോ, ഉള്ളി എല്ലാം ക്വാളിറ്റിയുള്ള നമ്പർ 1 ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. അതേമാതിരി ഗീ, നമ്മൾ പ്യൂർ ഗീയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവില്ലേ? ഒരിച്ചിരി എരിവുണ്ടായിരുന്നെങ്കിലും ദോശ നല്ല രസമുണ്ടായിരുന്നല്ലേ? നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്ന് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടമായി. രാജു, ഞാനിപ്പോൾ അതല്ല ചിന്തിക്കുന്നത്. ഈ പാർസലിനെ വിജയേട്ടനോട് ഒരു 150 പറഞ്ഞാലോ? അതാ ഇച്ചിരി കുറച്ചാലോ? അതിനിപ്പോൾ എന്താ, പല സ്ഥലത്തും പല വിലയല്ലേ? അതും ശരിയാ. ആ